നമ്മളിവിടെ ഇങ്ങനെയൊക്കെ യാത്രകൾ വരുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആളുകൾക്ക് ഉൾപ്പെടെ ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും വലിയൊരു സംശയമായിരിക്കും. എങ്ങനെയാണ് ഈ ഇത്രയും കിലോമീറ്റർ ദൂരം അത് ഇത്രയും സമയമെടുത്ത് വളരെ പതുക്കെ എങ്ങനെയാണ് വരുന്നത്? നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അല്ലെങ്കിൽ ഇത്രയും ദൂരമൊക്കെ എങ്ങനെ നിങ്ങൾ ബൈക്കിൽ സഞ്ചരിക്കുന്നത്? എന്ത് മുഷിവായിരിക്കും ഇങ്ങനെ പതുക്കെ പോകുമ്പോഴെന്നൊക്കെ ആളുകൾ ചിന്തിക്കാറുണ്ടായിരിക്കും, അല്ലെങ്കിൽ പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ അതിൻ്റെ ആ ഒരു 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 പതിയെ ആ ഒരു സ്പന്ദനം തിരിച്ചറിഞ്ഞ് ആ ഒരു പോകുന്ന ഒരു സുഖം ഇതിലിങ്ങനെ അടിച്ച് പറത്തി പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടാറേ ഇല്ല. ഞാൻ ഇങ്ങനെ വരുന്നത് കൊണ്ടായിരിക്കാം ഒരു 35, 40, 45, 50 ഈ ഒരു 30നും 50നും ഇടയിൽ ആ ഒരു സ്പീഡിൽ കാഴ്ചകളൊക്കെ കണ്ട്, ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി ഓരോ കട്ടനൊക്കെ അടിച്ച് വേണമെങ്കിൽ ഒരു സിഗരറ്റൊക്കെ വലിച്ച്, അപ്പോൾ ഇത് നമുക്ക് നല്ല ഭംഗിയുള്ള ഏതെങ്കിലും സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ ആഹാരം കഴിച്ച് ഒരു ചായ കുടിച്ച് പിന്നെയും കുറേ ദൂരം നമ്മളൊരു 10-20 കിലോമീറ്റർ ഓടിച്ച് ഇങ്ങനെ വരുന്ന ഒരു യാത്രയല്ലാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരം ലോങ് യാത്രകൾ പോവുക എന്ന് പറഞ്ഞാൽ വിരസമായിരിക്കാം, മടുപ്പായിരിക്കാം. അങ്ങനെ വരുന്ന ഒരു യാത്രയുടെ ആ ഒരു ത്രില്ല് വേറെ അല്ലാതെ കിട്ടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ വരുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്കിന്നും ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിലുള്ള യാത്ര മടുക്കാത്തത്.